ഹലോ, വെൽക്കം ടു ഇച്ചൂസ് ട്രാവൽ ഈറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികളുടെയും മുതിർന്നവർക്കും ഇഷ്ടമായിട്ടുള്ള ചിക്കൻ മോമോസ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ മോമോസ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിവിടെ ആവിയിലാണ് ചിക്കൻ മോമോസ് തയ്യാറാക്കുന്നത്. നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് മോമോസ് തയ്യാറാക്കാം. സ്റ്റീം ചെയ്തിട്ടും അതുപോലെ ഫ്രൈ ചെയ്തിട്ടും. ഏറ്റവും ഗുണങ്ങളുള്ളത് സ്റ്റീം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചിക്കൻ മോമോസ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാമോളം ചിക്കനാണ്. അത് ബോൺലെസ് പീസായിരിക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 1.5 കപ്പ് മൈദ, വോൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണ് വേണ്ടത്. പിന്നെ ഒരു ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മല്ലിയില ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, പിന്നെ ഒരു ലെമണിൻ്റെ പകുതി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പെപ്പർ പൗഡർ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ നമ്മൾ ഈ മൊമോസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള, അതേപോലെ തന്നെ വളരെയധികം ഈസി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചിക്കൻ മോമോസ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾക്ക് അതിൻ്റെ ഒരു ഷീറ്റ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മൈദ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുറച്ച് ഉപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി ഇത് കുഴച്ചെടുക്കണം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ വെള്ളം മുഴുവനായിട്ട് മുഴുവൻ ചേർക്കാൻ പാടില്ല. കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കാൻ. നന്നായിട്ട് ഇത് കുഴച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് നമ്മൾ ഒട്ടിപ്പിടിക്കാൻ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കിതിൽ ഓയിൽ നമ്മുടെ കയ്യിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്ന സമയം വരെ 10-15-20 മിനിറ്റോളം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അത് അടച്ച് വെക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പം മുഴുവൻ നഷ്ടപ്പെടും. നമുക്കൊരു ചെറിയ പ്ലേറ്റ് കൊണ്ട് ഇത് അടച്ച് വെക്കാം. ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് അപ്പോഴേക്കും ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 250 ഗ്രാം ഈ ബോൺലെസ് ചിക്കൻ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലായാലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളങ്ങനെ ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഫില്ലിങ് തയ്യാറാക്കുന്നതിനായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സവോള, അതുപോലെ തന്നെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറിയാണ്ടർ ലീവ്സ് എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു അര ലെമണിൻ്റെ ജ്യൂസും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് സോയാ സോസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ സോയാ സോസ് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ്. അപ്പോൾ സോസ് ഇഷ്ടമുള്ളവർക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി പിഴിഞ്ഞ് നാരങ്ങയുടെ നീര് ചേർക്കുക. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ട് എരിവിന് വേണ്ടി പെപ്പർ പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മോമോസിനുള്ള ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് മോമോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഈ മാവിൽ നിന്ന് ചെറിയൊരു ബോൾ എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഇത് പരത്തിയെടുക്കാം. പരമാവധി നമുക്ക് എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അത് കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാം.
നമ്മൾ പരമാവധി കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ചെറിയ വല്ല പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കിത് മോമോസ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് മോമോസിൻ്റെ ഷീറ്റ് ഇരിക്കുക. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാ ഷീറ്റ്സും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇന്നൊരു ഷീറ്റ് എടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ഒരിക്കലും കൂടാൻ പാടില്ല. നമ്മളുണ്ടാക്കുന്ന ഈ മൈദയുടെ ഈ ഷീറ്റിനനുസരിച്ച് വേണം നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ. നമ്മൾ ഒരു ഭാഗം ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. നന്നായി പ്ലീറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മോമോസിൻ്റെ ഷേപ്പിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. മോൾ ഭാഗം നെക്ക് പോർഷൻ ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മോമോസും തയ്യാറാക്കിയെടുക്കാം. നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്കാണ് വെക്കുന്നത്. അത് എണ്ണ തടവിയിട്ട് വേണം വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ച് പോകും. എല്ലാ മോമോസ് അതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് വയ്ക്കുമ്പോൾ ഒരിക്കലും ഇത് കൂടി പോകാൻ പാടില്ല. അങ്ങനെ വെച്ചെല്ലാം പുറത്ത് വന്നിട്ട് നമുക്ക് ശരിക്കും പ്ലീറ്റ്സ് ഇടാനായിട്ട് പറ്റാണ്ടാവും. ചെറിയ കിഴിയുടെ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മോമോസ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് മോമോസ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ആവി കയറ്റിയെടുക്കാം. അതിനായിട്ടൊരു സ്റ്റീമർ ഇത് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ തട്ടുകൾ നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സെറ്റ് മോമോസ് നമുക്കിതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് വേവിക്കാത്ത ചിക്കനാണ്. അതുകൊണ്ട് ഒരു 20 മിനിറ്റോളം എടുക്കും നമ്മളിത് ഈ മോമോസ് വെന്ത് വരാനായിട്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മോമോസ് കുക്കായോ എന്നുള്ളത് നോക്കാം. മോമോസ് നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിത് ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മോമോസാണിത്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടി അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയുടെ കൂടിയൊക്കെ ഇത് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. ഇതപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. ഇനി നല്ല നല്ല വീഡിയോസും നല്ല റെസിപ്പീസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. Thank you for watching.